കഥയുടെ തുടക്കത്തിൽ തന്നെ മിഥുനും കൂട്ടുകാരും കൂടി തങ്ങളുടെ കൂട്ടുകാരനായ മൂർത്തിയുടെ കല്യാണം കൂടാനായി തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കല്യാണം കൂടിയ ശേഷം മിഥുന്റെ കൂട്ടുകാരനായ പ്രിൻസ് അവനെയും കൊണ്ട് തമിഴ്നാട്ടിലെ ഫേമസ് ആയ നാടി ജ്യോത്സ്യം നോക്കണമെന്നും പറഞ്ഞ് ഒരു ജ്യോത്സ്യനെ കാണാനായി ചെല്ലും. അങ്ങനെ ആ ജ്യോത്സ്യൻ പ്രിൻസിന്റെ നാടി ജ്യോത്സ്യം നോക്കി പറയുന്ന കാര്യങ്ങളെല്ലാം പ്രിൻസിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളുമായിരുന്നു. അതിനുശേഷം പ്രിൻസ് നിർബന്ധിച്ച് മിഥുനെ കൊണ്ട് നാടി ജ്യോത്സ്യം നോക്കിപ്പിക്കും. എന്നാൽ മിഥുന്റെ ജ്യോത്സ്യം നോക്കിയ ശേഷം അയാൾ പറയും മിഥുൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അധികം ആയുസില്ല, അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ പാവം മിഥുൻ ആകെപ്പാടെ അപ്സെറ്റായി പോകും. എന്നാൽ അപ്പോഴേക്കും മിഥുന്റെ കൂട്ടുകാരി അമയ ജ്യോത്സ്യനോട് പറയും അടുത്ത മാസം 21-ാം തീയതി മിഥുന്റെയും പ്രിയ എന്നൊരു പെൺകുട്ടിയുടെയും കല്യാണമാണ് എന്ന്. അവിടെ നിന്ന് ഇറങ്ങി തിരികെ നാട്ടിലേക്ക് വരുമ്പോഴും ആ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അവർ 3 പേരും അപ്സെറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ദിവസം മിഥുന്റെ അമ്മ അവനോട് പറയും നിനക്കായി ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, ഇഷ്ടമാണെങ്കിൽ കല്യാണക്കാര്യത്തെ പറ്റി ആലോചിക്കാമെന്ന് പറയും. എന്നാൽ ഇതേ സമയം കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വന്ന പ്രിയയോടും അവളുടെ അമ്മ മിഥുന്റെ കല്യാണക്കാര്യത്തെ പറ്റി അവളോട് പറയും. മിഥുൻ ഈ കാര്യം വന്ന് തൻ്റെ കൂട്ടുകാരിയായ അമ്മയോട് പറയും തൻ്റെ വീട്ടിൽ പ്രിയ എന്നൊരു പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചു എന്ന്. അങ്ങനെ ഒരു ദിവസം മിഥുന്റെ അമ്മ പ്രിയയ്ക്ക് മുടികൊഴിച്ചിലായത് കൊണ്ട് തന്നെ ഒരു എണ്ണ തയ്യാറാക്കി പ്രിയയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. മിഥുൻ അങ്ങനെ ആ എണ്ണ കൊണ്ടുവന്ന് പ്രിയയുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കും. എന്നാൽ അപ്പോഴേക്കും മിഥുന്റെ കൂട്ടുകാരി അമ്മയെ അവനെ ഫോണിൽ വിളിച്ച് നീ വേഗം ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറയും. മിഥുൻ അങ്ങനെ അമ്മയെ അന്വേഷിച്ച് അവളുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ തൻ്റെ ഒരു പഴയ കൂട്ടുകാരനെയും അവിടെ വെച്ച് കാണും. അവൻ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയെ പറയും നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പ്രിയ ഇവിടെയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയതെന്ന് പറയും. പ്രിയയും മിഥുനും ഫോണിൽ സംസാരിക്കാറുണ്ടെങ്കിലും അവർ ആദ്യമായാണ് നേരിൽ കാണുന്നത്. അങ്ങനെ അവർ അവിടെ വെച്ച് സംസാരിച്ച ശേഷം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരും. അപ്പോഴാണ് പ്രിയ മിഥുനോട് പറയുന്നത് തനിക്ക് മുൻപ് ഒരു എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ട്. കിരണെന്ന് പേരുള്ള അഡ്വക്കേറ്റുമായി ആയിരുന്നു പ്രിയയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം പ്രിയയ്ക്ക് വേറെ പയ്യന്മാരുമായി അഫെയർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. കിരൺ പ്രിയയോട് ഷൗട്ട് ചെയ്യുമ്പോഴാണ് അവൾ ഇനി ആ കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇതെല്ലാം പ്രിയ മിഥുനോട് പറയുമ്പോൾ മിഥുൻ പറയും അതൊക്കെ തൻ്റെ പാസ്റ്റ് അല്ലേ, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യം കൂടി ഇല്ലായിരുന്നു എന്ന് പറയും. ശേഷം മിഥുനും പ്രിയയും കൂടുതൽ അടുക്കുകയും മിഥുൻ പ്രിയയെ തൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അവർക്ക് 2 പേർക്കും പരസ്പരം ഇഷ്ടമായി എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ വീട്ടുകാർ അവരുടെ കല്യാണക്കാര്യം തീരുമാനിക്കും. നിന്ന് പ്രസന്റിലേക്ക് വന്നാൽ മിഥുൻ തൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം കൂടിയ ശേഷം തിരികെ വീട്ടിലേക്ക് വരികയാണ്. അവൻ്റെ ഉള്ളിൽ അപ്പോഴും ആ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യം ആലോചിച്ച് പേടിയുണ്ടായിരുന്നു. കല്യാണത്തിന് പോയ മിഥുൻ തിരികെ നാട്ടിലെത്തിയ വിവരമറിഞ്ഞ് പ്രിയ പലപ്പോഴും അവൻ്റെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. മിഥുനെ അന്വേഷിച്ച് പ്രിയ അവൻ്റെ വീട്ടിൽ വരുമ്പോൾ മിഥുൻ എന്തൊക്കെയോ എക്സ്ക്യൂസ് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് തിരികെ വിടും. പാവം മിഥുനാകട്ടെ തൻ്റെ പ്രഷർ താങ്ങാനാവാതെ ആ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തൻ്റെ അച്ഛനോട് പറയും. അച്ഛൻ അവനോട് ഇതിനൊക്കെ എന്തായാലും ഒരു പ്രതിവിധി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും. അടുത്ത ദിവസം മിഥുനും അമ്മയും പ്രിൻസും കൂടി തങ്ങളുടെ ഫ്രണ്ടായ മൂർത്തിയുടെ വീട്ടിൽ വന്ന് അവനോട് കാര്യം പറയും. മൂർത്തി പറയും തൻ്റെ ഒരു പ്രൊഫസറുണ്ട്, ആ പ്രൊഫസറിന് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് പറയും. അവർ അടുത്ത ദിവസം തന്നെ പ്രൊഫസറിനെ കാണാനായി പ്രൊഫസറിന്റെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ എത്തിയ മിഥുൻ പ്രൊഫസറോട് ആ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയും. പ്രൊഫസർ അപ്പോൾ നീ എന്താ ആ ജ്യോത്സ്യനെ അത്രയധികം വിശ്വസിക്കാൻ കാര്യമെന്ന് ചോദിക്കുമ്പോൾ മാത്രമല്ല പ്രിൻസും നാഡി ജ്യോത്സ്യം നോക്കിയിരുന്നു, അവൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിരുന്നു, എനിക്ക് ഇതെല്ലാം കേട്ടപ്പോൾ പേടിയായി എന്ന് പറയും. പ്രൊഫസർ ഇത് കേട്ടിട്ട് പറയും നിങ്ങൾ എന്തായാലും നാളെ വാ, ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച ശേഷം മറുപടി പറയാമെന്ന് പറയും. അടുത്ത ദിവസം എല്ലാവരും കൂടി വീണ്ടും പ്രൊഫസറിന്റെ അടുത്ത് വരുമ്പോൾ പ്രൊഫസർ മിഥുനോട് പറയും എനിക്ക് തോന്നുന്നത് നീ കല്യാണം കഴിക്കാൻ പോകുന്ന പ്രിയയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മരണത്തിൽ നിന്ന് 3 പേരുടെ ജീവൻ രക്ഷിക്കണം, അതിന് പകരമായി പ്രിയയുടെ ജീവൻ രക്ഷപ്പെടുത്താമെന്ന് പറയും. ഇതെല്ലാം കേട്ട് കൺഫ്യൂസ്ഡായ മിഥുൻ തൻ്റെ കൂട്ടുകാരോടൊപ്പം വന്ന മറൈൻ ഡ്രൈവിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ പുഴയിലേക്ക് എടുത്ത് ചാടും. മിഥുനും കൂടെ ചാടി അവനെ രക്ഷിക്കാൻ നോക്കുന്നു. എന്നാൽ അവിടെ നടന്നത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും ആ പ്രൊഫസർ പറഞ്ഞ മണ്ടത്തരം കേട്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കി നിന്റെ ജീവൻ കളയാനാണോ നീ നോക്കുന്നതെന്ന് അവനോട് ചോദിക്കും. അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന മിഥുന്റെ മുന്നിലേക്ക് ഒരു ഡോക്ടറിനെ അവന്റെ കാമുകൻ കുത്തിക്കൊല്ലാനായി വരുന്നത് കാണും. മിഥുൻ അവന്റെ കയ്യിൽ നിന്ന് ഡോക്ടറെ രക്ഷിക്കാൻ നോക്കുമെങ്കിലും ഒടുവിൽ ഡോക്ടറിനെ അവൻ കൊല്ലും. മിഥുൻ ഈ കാട്ടിക്കൂട്ടുന്ന സാഹസങ്ങളെല്ലാം അറിഞ്ഞ അവന്റെ കൂട്ടുകാർ അവനെ വിളിച്ച ശേഷം പറയും പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്നറിയാം, പക്ഷേ ഇതിന്റെ ഇടയിൽ നിന്റെ ജീവനും കൂടി വിലപ്പെട്ടതാണെന്ന് ഓർക്കണമെന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം പ്രിൻസ് തൻ്റെ സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ എന്തോ ഒന്ന് കണ്ട് അപ്സെറ്റ് ആവും. ഉടനെ തന്നെ മൂർത്തിയുടെയും അമ്മയുടെയും അടുത്ത് വന്ന് പറയും ഇന്ന് ഞാൻ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ
ക്യാമറയിലൂടെ പെൺകുട്ടിയെ നോക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്നത് പ്രിയ ആയിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറയും. ഇതെല്ലാം എന്തോ ഒന്നിൻ്റെ നിമിത്തങ്ങളാണ് എന്നും അവർ പറയും. അങ്ങനെ ഒരു ദിവസം പ്രിയയെ ആദ്യം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ അഡ്വക്കേറ്റ് മിഥുനെ വന്ന് കണ്ട ശേഷം പറയും, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഞാനൊരു ജോത്സ്യനെ കണ്ടിരുന്നു. ആ ജോത്സ്യനാണ് എന്നോട് പറഞ്ഞത് പ്രിയയ്ക്ക് അധികം ആയുസില്ല, അതുകൊണ്ടാണ് ഞാൻ ആ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞത്. അല്ലാതെ എനിക്ക് അവളെ സംശയമൊന്നും ആയിട്ടല്ല. വെറുതെ നീ എന്തിനാണ് അവളെ കല്യാണം കഴിച്ച് നിന്റെ ഭാവി കൂടി കളയുന്നതെന്ന് അഡ്വക്കേറ്റ് മിഥുനോട് ചോദിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. മിഥുൻ്റെയും പ്രിയയുടെയും കല്യാണ ദിവസം അടുത്തടുത്ത് വരും. എന്നാൽ എന്ത് വന്നാലും പ്രിയയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മിഥുൻ തയ്യാറായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം റോഡിൽ നിൽക്കുമ്പോഴാണ് മിഥുൻ്റെ കൂട്ടുകാരൻ ഫൈസലിനെ കാണുന്നത്. ഫൈസൽ അവനോട് വന്ന് ചോദിക്കും, കല്യാണമൊക്കെ അടുത്തല്ലോ അളിയ, ആണ് എൻ്റെ ഫ്ലാറ്റ്, ഒരു ദിവസം നീ ഫ്രീ ആവുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഫൈസൽ മിഥുനോട് പറയും. ഫൈസൽ പോയ ശേഷമാണ് കുറെ ആളുകൾ ഒരു പാവത്തിനെ റോഡിലിട്ട് മർദ്ദിച്ച് കൊല്ലാൻ ഒരുങ്ങുന്നത് അവൻ കാണും. ഇതിനുടനെ ഓടി അങ്ങോട്ടേക്ക് ചെന്ന് അവരുടെ കയ്യിൽ നിന്നും ആ പാവത്തിനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് തിരികെ വരുന്ന വഴിക്കാണ് മിഥുൻ്റെ മുന്നിൽ വെച്ചൊരു കാർ ആക്സിഡന്റ് ആവുന്നത് അവൻ കാണുന്നതാണ്. തൻ്റെ ജീവൻ കളഞ്ഞ് ആ കാറിലുള്ളവരെ രക്ഷിക്കും. അമ്മയ മൂർത്തിയുടെ അടുത്ത് വന്ന് പറയും, ആ പ്രൊഫസർ പറഞ്ഞതുപോലെ 3 പേരുടെ ജീവൻ അവൻ രക്ഷിച്ചല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ലെന്ന് പറയും. പ്രിൻസ് പറയും, ഞാൻ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ എയും മരിച്ചു കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് തന്നെ ആ പ്രൊഫസർ പറഞ്ഞതൊന്നും നടക്കാൻ പോകുന്നില്ല, അവർക്ക് 2 പേർക്കും എന്തോ ഒരു അപകടം വരാൻ പോകുന്നു എന്ന് അവൻ പറയും. അടുത്ത ദിവസം മിഥുൻ തൻ്റെ കൂട്ടുകാരൻ ഫൈസലിനെ കാണാനായി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് എല്ലാവരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മിഥുനെ സമാധാനിപ്പിച്ച് അവന് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാമെന്ന് അവൻ ഫൈസലിന് വാക്കുകൊടുക്കും. അവരുടെ എല്ലാം ജീവൻ രക്ഷിച്ച ശേഷം മിഥുനും കൂട്ടുകാരും പ്രൊഫസറിൻ്റെ അടുത്തു ചെന്ന ശേഷം പറയും, സാറ് പറഞ്ഞതുപോലെ 3 പേരെയല്ല 6 പേരുടെ ജീവനാണ് ഞാൻ രക്ഷിച്ചത്, പ്രിയയുടെ ജീവന് ഒന്നും വരില്ല എന്നും പറഞ്ഞ് അവർ ആശ്വസിച്ച് നിൽക്കുമ്പോഴേക്കും ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞ് മിഥുൻ ഒരു കോൾ വരും. മിഥുൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ഹോസ്പിറ്റലിൽ സങ്കടത്തോടെ എത്തുന്ന മിഥുൻ്റെ മുന്നിലേക്ക് പ്രിയ വരുമ്പോഴാണ് അവൾക്ക് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല എന്ന് അവന് മനസ്സിലാകുന്നത്. കണ്ട ഉടനെ തന്നെ പ്രിയ അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ ഹഗ് ചെയ്യും. പ്രിയയ്ക്ക് വേണ്ടി ഇത്രയേരുടെ ജീവൻ, തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ റിസ്ക് എടുത്ത് രക്ഷിച്ചത് കൊണ്ട് പ്രിയയ്ക്കൊന്നും തന്നെ സംഭവിച്ചില്ല. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.